നമസ്കാരം. ഇന്ന് 1-ാം തീയതി ആയിക്കോട്ടെ. എന്താ 1-ാം തീയതിത്തെ പ്രത്യേകത? 1-ാം തീയതി കഴിഞ്ഞ് നാളെ 2-ാം തീയതി. എന്താ പ്രത്യേകത? 3-ാം തീയതി അതിൻ്റെ അടുത്ത ദിവസം. എന്താ പ്രത്യേകത? അതിൻ്റെ പിറ്റേ ദിവസമല്ലേ പ്രത്യേകത? 4-ാം തീയതി ഇന്ത്യയുടെ കണ്ടകശനി മാറുന്ന ദിവസമാണെന്ന്. നമ്മുടെ പ്രധാന മന്ത്രവാദി എയറിൽ കയറ്റി മേലോട്ട് വിടാൻ പോകുന്ന ദിവസമാണെന്ന്. പലരും ചോദിച്ചു, സ്വാമിയുടെ അഭിപ്രായം എന്താ? ആരാ ജയിക്കുക? എന്താ? അതായത് നമ്മൾ പറയില്ല, ഒരു പ്രീ പോൾ സർവേ എന്നോ മറ്റെന്തോ പറയില്ലേ, അതിന് സ്വാമിയുടെ അഭിപ്രായം എന്താ? ഞാൻ എന്താ അഭിപ്രായം പറയാനാ? പക്ഷേ ഞാൻ പലരോടും വിളിച്ചു ചോദിച്ചു. ഡൽഹിയിൽ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, കൽക്കട്ടയിലെ സുഹൃത്തുക്കളോട് വിളിച്ചു ചോദിച്ചു, മദ്രാസിലെ കൂടെ, ബാംഗ്ലൂരിൽ, പലയിടത്തും, പൂനെയിൽ പലരോടും വിളിച്ചു ചോദിച്ച സമയത്ത് അവരൊക്കെയും പറഞ്ഞ അഭിപ്രായം അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ BBC-യുടെ ഒരു റിപ്പോർട്ട്, BBC-യുടെ ഒരു സർവേ, അവർ നേരത്തെ സർവേ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഒരിക്കൽ. അത് തന്നെ എനിക്ക് ഇനിയും പറയാനുള്ളൂ. പലരും പറഞ്ഞു അതെന്താണെന്ന്. പലരും എന്നോട് വിളിച്ചോ പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, എന്നാൽ ഞാൻ രണ്ടാമത് വിടാമെന്ന് പറഞ്ഞു. നിങ്ങളത് കണ്ടുകൊള്ളുക. എൻ്റെ അഭിപ്രായം അതാണ്. അതിൽ പറയുന്ന കാര്യമാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ട് വരാൻ പോകുന്നതെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. നമസ്കാരം. BBC-യുടെ സർവേ വന്നിരിക്കുകയാണ്. BJP-ക്കാര്, നരേന്ദ്രമോദി, അമിത്ഷാ സ്വന്തം തല കൊണ്ട് ഇടിക്കുകയാണ്. കിട്ടിയ ചുമരുമ്മേ തല പൊളിയുകയാണ്. കാരണം BBC-യുടെ സർവേയാണ്. ഏറി വന്നാൽ 5% അതിന് വ്യത്യാസമേ വരുള്ളൂ. അതാണ് BBC. ആ സത്യസന്ധത, വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറയുന്നതിലുള്ള ആ ശ്രദ്ധ ആണ് അവർക്ക് വലിയ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവർ പറയുന്നു 545 സീറ്റ് മൊത്തത്തിൽ, അതിൽ ഇന്ത്യ മുന്നണിക്ക് 255 സീറ്റ്. ഇന്ത്യ മുന്നണിക്ക് 255 സീറ്റ്, NDAക്ക് 253. പിന്നെ അതർ പാർട്ടി ഒരു 35 അവശേഷിക്കുന്നുണ്ട്. ഇതാണ് BBC-യുടെ സർവേ ഫലം. ഇത് കേൾക്കാൻ കഴിയാതെ ചെവിടിന്റെ അവിടെ ഖണ്ഡാകർണൻ തൂക്കിയിട്ട മണി പോലൊരു മണി തൂക്കിയിട്ടിരിക്കുകയാണ്. BBC-യുടെ സർവേ കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരിക്കൽ കൂടി ആ സിംഹാസനത്തില് വാണരുളുന്ന അവസ്ഥയില്ലായ്മ. മോഡിക്ക് സമയമായി. താൻ തന്നെ തീർത്തു വെച്ച ഗുഹയിലേക്ക് പോകാൻ സമയമായി. നമസ്കാരം. (2024) പാർലമെന്റ് ലോക്സഭ ഇലക്ഷൻ. ഇന്ത്യയുടെ വിധി, ദുർവിധി അടക്കം എവിടേക്കാണ് ഇന്ത്യ പോകുന്നത് അത് നിർണയിക്കുന്ന ഒരു ഇലക്ഷനാണിത്. ഇന്ത്യയായിട്ട് നിലനിൽക്കുമോ, അതോ ഇനി ഹിന്ദുത്വ രാജ്യമായിട്ട് മാറുമോ, ഭരണഘടനയായിട്ട് നിലനിൽക്കുമോ, അതോ മനുസ്മൃതി കയറി വരുമോ, ഇതൊക്കെ തീരുമാനിക്കുന്ന മറ്റൊന്നു കൂടിയുണ്ട്. ഇനി ഇലക്ഷൻ വേണമോ, അതോ ഇനി ഏകഛത്രാധിപതി അല്ലെങ്കിൽ ഏകഛത്രപതി അത് മതിയോ, പണ്ടത്തെ ചക്രവർത്തിമാരുടെ പോലെ, ഇതൊക്കെ തീരുമാനിക്കാനുള്ള ഇലക്ഷനാണ്. ഈ ഇലക്ഷനെ സംബന്ധിച്ച് ഒരുപാട് സർവേകൾ വരുന്നുണ്ട്. അത് മാധ്യമങ്ങൾ, TV ചാനലുകൾ, ഓപ്പൺ മീഡിയകൾ, ഇവരെല്ലാവരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത് പറയുക. നമുക്ക് കേരളത്തിലെ കാര്യം എടുക്കാം.
കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവങ്ങളുള്ള മാധ്യമങ്ങൾ പറയുന്നു 20 സീറ്റും LDF-നാണെന്ന്. അപ്പുറത്തുള്ളവർ പറയുന്നു 20 സീറ്റും കോൺഗ്രസിനാണെന്ന്. ഇനി മൂന്നാമതൊരു പാർട്ടിയുണ്ട്, ഒരു സീറ്റ് പോലും കിട്ടില്ല. പക്ഷെ അവർ പറയുന്നു ജന്മഭൂമി ജനം അവർ പറയുന്നു 20 സീറ്റും BJP-ക്കാണെന്ന്. അപ്പം അത്തരം സർവേകൾ നമുക്ക് തള്ളിക്കളയാം. കാരണം അത് അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കൂലി തൊഴിലാളികൾ അവർക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ. അത് വിട്ടുകളയാം. ഇന്ത്യയിലുള്ള മിക്ക മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ്, നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ഇന്ത്യൻ ഭരണകർത്താക്കളെ ഭയപ്പെടാത്ത, ഇന്ത്യയായിട്ട് യാതൊരു വിധ കെട്ടുപാടുകളുമില്ലാത്ത ബ്രിട്ടൻ ബ്രോഡ്കാസ്റ്റിംഗ്, അവരെ സംബന്ധിച്ചിടത്തോളം BBC, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റെപ്യൂട്ടേഷൻ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് മാധ്യമരംഗത്ത് ചക്രവർത്തിമാരാണ് അവർ. അപ്പം അവർ എവിടെ ഇലക്ഷൻ നടക്കുമ്പോഴും അവരുടെ പ്രഖ്യാപനങ്ങൾ വരും, സർവേ വരും. ആ സർവേ 5 മുതൽ 10 വരെ ഉള്ള വ്യത്യാസത്തിലാണ് ആ സർവേയുടെ ഫലം പിന്നീട് കാണാൻ കഴിയുക. അവർ ഇന്ത്യയുടെ 2004 ലോകസഭ ഇലക്ഷൻ്റെ ഫലം എന്തായിരിക്കുമെന്ന്, റിസൾട്ട് എന്തായിരിക്കുമെന്ന് അവർ സ്റ്റേറ്റ് വൈസ് പരിശോധിച്ച് പറഞ്ഞിട്ടുണ്ട്. യാതൊരു മുഖവരിയും കൂടാതെ നമുക്കതിലേക്ക് കടക്കാം. അതിൽ ഞാൻ ഒരു ചെറിയ മുഖവുര എന്നുള്ളത് എനിക്ക് പറയാം. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും റിസൾട്ട് എന്താണെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം അതാ നോക്കിയത്. കേരളത്തിൻ്റെ റിസൾട്ട് ഇവിടെ പറയുന്നുള്ളൂ 5 സീറ്റ് കിട്ടും BJP-ക്ക്, 10 സീറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നുള്ളൂ. പല വ്യത്യാസങ്ങൾ, അവർക്ക് പകുതി കിട്ടും, ഇവർക്ക് പകുതി കിട്ടും എന്നൊക്കെയും. ഇപ്പം നമുക്കറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ, അതിന് BBC എന്താണ് പറയുന്നത് നോക്കുക. ഞാൻ നോക്കുകയാണ് ആദ്യം ചെയ്തത്. BBC പറഞ്ഞു കേരളത്തിൽ INDIA ഇന്ത്യ ആ ഒരു മുന്നണി, ആ ഒരു സംവിധാനത്തിന് ഇവിടെയുള്ള 100% സീറ്റും കിട്ടും. 20 സീറ്റാണ് കേരളത്തിലുള്ളത്. ആ 20 സീറ്റും ഇന്ത്യ മുന്നണിക്കുള്ളതാണ്. LDF-ഉം ഇന്ത്യ മുന്നണിയിൽ പെടുന്നു, UDF-ഉം ഇന്ത്യ മുന്നണിയിൽ പെടുന്നു. അവർ രണ്ടുപേരും കൂടി വീതിച്ചെടുക്കും. അത് കേട്ട സമയത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് മനസ്സിലായി. കാരണം അവർ അവിടെയും ഇവിടെയും കേട്ട കാര്യങ്ങളല്ല പറയുന്നത് മനസ്സിലായി. അതിൽ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, വസ്തുതയുണ്ടെന്ന് മനസ്സിലായി. ശരി, ഇനി നമുക്ക് തമിഴ്നാട് നോക്കാം. തമിഴ്നാട് നോക്കിയ സമയത്ത് അവിടത്തെയും സ്ഥിതി ഇതാണ്. 39 സീറ്റാണ് തമിഴ്നാട്ടിലുള്ളത്. ഒരു സീറ്റ് BJP-ക്ക് മാറ്റിവെച്ചിട്ടില്ല. ഞാൻ തമിഴ്നാട്ടിലാണ് ഉള്ളത്, എനിക്കറിയാം. ഇവിടെ ഒരു സീറ്റ് പോലും BJP ഇവിടെ കിട്ടില്ല. BBC-യുടെ ഫലപ്രഖ്യാപനത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തമിഴ്നാട്ടിൽ വട്ടപൂജ്യമാണ് BJP. തമിഴ്നാട്ടിലും ഇതുപോലെ ഇന്ത്യ മുന്നണിക്ക് മുഴുവൻ സീറ്റുകളും 39 സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. അവരുടെ ഇത് ഞാൻ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജിയുടെ 42 സീറ്റാണ് അവിടെയുള്ളത്. ആ 42 സീറ്റിൽ ഇന്ത്യ മുന്നണിക്ക് 30 സീറ്റാണ് അവിടെ BBC കൽപ്പിച്ചു വെച്ചിട്ടുള്ളത്. NDA 12 സീറ്റ്. മമതാ ബാനർജി അതിശക്തിയായിട്ടുള്ളൊരു ഭരണാധികാരിയാണ്. നമുക്കറിയാം, വലിയൊരു കാലഘട്ടത്തോളം അവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിച്ചിരുന്നത്. അതിനവിടുന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന് കരുതിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏതായാലും ഒരു ഉരുക്കു വനിത എന്ന് പറയാം, അവർ രംഗത്ത് വന്നു. തൃണമൂൽ കോൺഗ്രസ് ഇപ്പം അവർ ഇന്ത്യ മുന്നണിയിലാണ് ഇവർ. അപ്പം ഇന്ത്യ മുന്നണിക്ക് അവിടെ 30 സീറ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. NDAക്ക് അഥവാ BJP മുന്നണിക്ക് NDAക്ക് 12 സീറ്റ്. ജാർഖണ്ഡിൽ 14 സീറ്റാണുള്ളത്. ജാർഖണ്ഡ്
ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമാണ്. അവിടെ ഇന്ത്യ മുന്നണിക്ക് 5 സീറ്റും NDAക്ക് 9 സീറ്റുമാണ് BBC-യുടെ പ്രഖ്യാപനത്തിലുള്ളത്. അടുത്തത് ഛത്തീസ്ഗഡ് ആണ്. അവിടെ 11 സീറ്റാണ് മൊത്തത്തിലുള്ളത്. ഛത്തീസ്ഗഡും ഒരു ഉത്തരേന്ത്യൻ ലയമാണ്. ഞാൻ ഈ ഉത്തരേന്ത്യൻ ലയം എന്ന് പറയാൻ കാരണം നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും അവരുടെ രാഷ്ട്രീയ മനോഭാവങ്ങളെ ഘടക വിരുദ്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഛത്തീസ്ഗഡില് 11 സീറ്റ്, അതില് ഇന്ത്യ മുന്നണിക്ക് 4 സീറ്റും NDAക്ക് 7 സീറ്റുമാണ് വിധിച്ചു വെച്ചിട്ടുള്ളത്. മധ്യപ്രദേശിൽ 29 സീറ്റാണ് ആകെയുള്ളത്. അതിൽ ഇന്ത്യ മുന്നണിക്ക് 7 സീറ്റും NDA BJP മുന്നണിക്ക് 22 സീറ്റുമാണ് ഉള്ളത്. ഇനി മഹാരാഷ്ട്രയിലേക്ക് കടന്നു വരുമ്പോൾ, മഹാരാഷ്ട്ര എല്ലാ കാലഘട്ടത്തിലും ഒരു മറാഠാവാദത്തിന്റെ ഒരു ഏരിയയാണത്, ഭൂമികയാണത്. അവിടെ 48 സീറ്റാണുള്ളത്. മഹാരാഷ്ട്ര, UP എന്നൊക്കെയും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ആര് ഭരിക്കണം ആര് ഭരിക്കണം തീരുമാനിക്കുന്ന രാഷ്ട്രങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ ചിലതൊക്കെയാണ്. മഹാരാഷ്ട്രയിലെ 48 സീറ്റിൽ 29 സീറ്റും ഇന്ത്യ മുന്നണിക്കാണ്. 17 സീറ്റ് NDAക്ക്, 2 സീറ്റ് വേറെ അതർ പാർട്ടീസ്. മഹാരാഷ്ട്രയില് ആവശ്യത്തിലേറെയുള്ള രാഷ്ട്രീയ കളികൾ, ഇന്നുവരെ ഇന്ത്യ കാണാത്ത രീതിയിലുള്ള ലോട്ടസ് ഓപ്പറേഷൻ, ആളുകളെ പൈസ കൊടുത്ത് അങ്ങോട്ട് മാറ്റുക ഇങ്ങോട്ട് മാറ്റുക, കാലാകാലങ്ങളായിട്ട് താക്കറെയുള്ള ബാൽ താക്കറെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ചിഹ്നം പോലും അവർക്ക് നഷ്ടപ്പെട്ടു. അതിൽ ഉദ്ധവ് താക്കറെ പോലുള്ള ആളുകൾക്കും വലിയ വിഷമമുണ്ട്. ശിവസേനയ്ക്കകത്ത് അവർ കടന്നു കളിക്കുകയാണ് ഉണ്ടായത്. BJPക്കാര് താൽക്കാലികമായിട്ടുള്ള വിജയങ്ങളുണ്ടായി. അവർ വീഴുന്നു, ഇവർ വീഴുന്നു, ഇവർ വീഴുന്നു, അവർ വീഴുന്നു. ശരത് പവാറൊക്കെ അവിടെയുണ്ട്. ഏതായാലും പ്രത്യാക്രമണത്തിനുള്ള സമയം ഇതാണല്ലോ. 48 സീറ്റിൽ 29 സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് കിട്ടും. 17 സീറ്റ് മാത്രമാണ് NDAക്കുള്ളത്. തെലങ്കാന. ഇനി ദക്ഷിണേന്ത്യയിലേക്ക് കടക്കുമ്പോൾ കാറ്റിന്റെ ഗതി മാറി വരുന്നത് കാണാൻ പറ്റും. തെലങ്കാനയിൽ 17 സീറ്റാണ് മൊത്തത്തിലുള്ളത്. 10 സീറ്റ് ഇന്ത്യ മുന്നണിക്ക്. കോൺഗ്രസ് മുൻപിൽ നിൽക്കുന്ന ഇന്ത്യ മുന്നണിക്ക് 10 സീറ്റ്. NDAക്ക് 4 സീറ്റ് മാത്രം. പിന്നെ അതർ പാർട്ടീസ്, ഇന്ത്യ മുന്നണിയിലും NDAയിലും ഇല്ലാത്ത പാർട്ടികൾക്ക് 3 സീറ്റ്. ദക്ഷിണേന്ത്യയിലേക്ക് കടക്കുന്ന സമയത്ത് കാറ്റിന്റെ ഗതി മാറുന്നത് നോക്കണം. ഉത്തരേന്ത്യയില് ഇത് 2 രാജ്യങ്ങളുടെ പോലെയായി മാറിയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ അവർക്ക്, ദക്ഷിണേന്ത്യയിൽ ഇവർക്ക് എന്നുള്ള രീതിയിലാണ്. കർണാടക തിരികെ വരുന്ന സമയത്ത് കർണാടകം 28 സീറ്റാണ് അവിടെയുള്ളത്. കർണാടക BJP ഭരിച്ചിട്ടുള്ള സ്ഥലമാണ്, ഭരിച്ച് മുടിച്ച സ്ഥലമാണ്. അതിനുശേഷം ഓടിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കർണാടകത്തിൽ 28 സീറ്റിൽ 18 സീറ്റും ഇന്ത്യ മുന്നണിക്ക്, 10 സീറ്റ് NDAക്ക്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ്, ഒരു സംശയവുമില്ല. അവിടെ ഉത്തരേന്ത്യൻ കൾച്ചർ ഒട്ടുമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ BJP വിജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ അവരുടെ തന്നെ കയ്യിലിരിപ്പുകൾ, ഉത്തരേന്ത്യൻ സംസ്കൃതിയെ ഇവിടെ കൊണ്ട് പാകാനുള്ളവരുടെ ശ്രമങ്ങൾ, അതിനുള്ള തിരിച്ചടിയായിട്ട് വലിയ വമ്പൻ റോഡ് ഷോകൾ, എവിടെയും നടത്താത്ത അത്രയും റോഡ് ഷോകൾ, അതേ ഇത്രയും പൈസയും ചെലവ് ചെയ്ത് നടത്തിയിട്ടും, മോദി തന്നെ നടത്തിയിട്ടും, അവിടെ കർണാടകത്തിൽ കോൺഗ്രസ് ആണ് അസംബ്ലിയിൽ വന്ന് കയറിയത്. അതും വലിയ രൂപത്തിലാണ് വന്ന് കയറിയത്. DK ശിവകുമാറും സിദ്ധരാമയ്യയും. കർണാടകത്തിലുള്ള 28 സീറ്റിൽ 18 സീറ്റ് ഇന്ത്യ മുന്നണിക്ക്, 10 സീറ്റ് NDAക്ക്. ഗോവയിൽ 2 സീറ്റ് മാത്രമേ ഉള്ളൂ. ആ 2 സീറ്റിൽ 1 സീറ്റ് NDAക്കും 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കും.
അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ട്രെൻഡായിട്ട് BBC പറയുന്നത്. ഓരോരോ സീറ്റ് വിഭജിച്ചെടുക്കും. അത് മാറി വരാം. ചിലപ്പോൾ രണ്ടും NDE കിട്ടാം, ചിലപ്പോൾ രണ്ടും ഇന്ത്യ മുന്നണിക്കും കിട്ടാം. അത് സംഭവിക്കാം, കാരണം 2 സീറ്റല്ലേ ഉള്ളൂ. അപ്പോൾ പ്രവചനാതീതം എന്ന് പറയാമെങ്കിൽ പോലും BBC പ്രവചിച്ചിട്ടുള്ളത് 1-1. കേരളം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ഒരിക്കൽ പോലും കൊണ്ടുവന്ന് നടാൻ കഴിയാത്ത വിത്താണ്, മുളപ്പിക്കാൻ കഴിയാത്ത വിത്താണ് മതസ്പർദ്ധയുടെയും ജാതി സ്പർദ്ധയുടെയും വിഭാഗീയതയുടെയൊക്കെ വിത്തുകൾ. ജാതിക്കും മതത്തിനും എന്നിത്യാദി കാര്യങ്ങൾക്ക് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാന മാമിത്. പക്ഷെ ഇപ്പോഴെ മാണിത് എന്നാ പറയുന്നത്, അത് തെറ്റാ. മാമിത് എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഉദ്ഘോഷിക്കേണ്ടുന്ന വെള്ളാപ്പള്ളി നടേശ ഗുരു, അദ്ദേഹത്തിൻ്റെ ഭാര്യ RSSകാരിയാണ്. ഞാനത് കേട്ട സമയത്ത് എൻ്റെ കയ്യിലൊരു നാളികേരം ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇഡ്ലിക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി നാളികേരം ഉണ്ടായിരുന്നു. ആ നാളികേരം എടുത്ത് തലയാമൊന്ന് കൊടുത്തു. ഇപ്പോൾ തലയിൽ വേദന എടുക്കുന്നുണ്ട് എനിക്ക്. ശ്രീനാരായണ ഗുരുവിനെ പച്ചയ്ക്ക് കത്തിക്കുകയല്ലേ ഇവർ ചെയ്തത്. 5 വിരലുമ്പോ മോതിരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തമ്പുരാട്ടി ചമയണം. ഇന്നലെ എന്നോണം വരെ എൻ്റെ വീടിന് അപ്പുറത്തുള്ള മാപ്പിരാണത്ത് രാഘവൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും വരുന്ന സമയത്ത് ഒരു പിഞ്ഞാണത്തിലെ കഞ്ഞി വെച്ച് കൊടുക്കുക. അത് പിഞ്ഞാണം വേറെ വയ്ക്കും, അത് ഞങ്ങൾ ഉപയോഗിക്കില്ല. എനിക്കറിയില്ല അന്നത്തെ കാര്യം. എൻ്റെ മുത്തച്ഛൻ പറയാം, എടാ രാഘവ, നിന്റെ ആ ചോദ്യം വിളിച്ചിങ്ങോട്ട് വാ, ഇവിടെ ചില പണികളുണ്ട്, അതാ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് മോചനം നേടാപ്പോൾ ഒരു കണ്ട മാർഗം RSൽ പോയി ചേർന്ന തമ്പുരാട്ടിയായി എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല. അങ്ങനെ ആകുകയാണെങ്കിൽ നല്ലതാണ്. ഇവിടെ കീഴ്ജാതി മേൽജാതി ഇല്ലാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനുള്ള സമയമായോ എന്നൊരു ചോദ്യമുണ്ട്. പ്രീതി നടേശൻ പോയിട്ട് അവിടെ നിന്ന് ചാടി വീണിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഈഴവ സമുദായത്തിൽ നിന്ന് എത്ര വോട്ട്, അതിൻ്റെ പേരിൽ പ്രീതി നടേശനും ചാടിയതിൻ്റെ പേരിൽ എത്ര പേര് സാധാരണക്കാർ വോട്ട് ചെയ്യുന്ന അറിയില്ല. അതെന്തോ ആവട്ടെ, അതൊക്കെ അവരുടെ കയ്യിലിരിപ്പ്. അവരിനി കോൺഗ്രസിന് മാത്രമാണ് ആ വീട്ടിൽ ആരും ഇല്ലാത്തുള്ളൂ. വെള്ളാപ്പള്ളി പിണറായിയുടെ ആളാ, മറ്റേയാള് BJPയുടെ ആളാ, അമ്മ പോയിട്ട് RSSന്റെ ആള്. RSSും BJP 2-2 കഴിഞ്ഞു കേട്ടോ. RSSും BJP 2 ധ്രുവങ്ങളിലാ. RSകാർ എവിടെയും BJPക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കാൻ വേണ്ടി എവിടെയും പോയിട്ടില്ല. അപ്പോഴാണ് എടുത്തു ചാട്ടം, നാണം കെടി, അത് സംശയമില്ല. തമിഴ്നാട് 39 സീറ്റാണ് തമിഴ്നാട്ടിലുള്ളത് ആകെ. 39 സീറ്റില് 39 സീറ്റും ഇന്ത്യ മുന്നണിക്ക്. ഒരു സീറ്റ് BJPക്ക്. അതേതാ BJPക്ക് ഒരു സീറ്റ്? ആർക്കറിയാം. 39 സീറ്റാണ് തമിഴ്നാട്ടിലുള്ളത്. അത് 39ഉം ഇന്ത്യ മുന്നണിക്ക് കിട്ടും. പിന്നെ ഒരു സീറ്റ് BJPക്ക് അവർ പറഞ്ഞു നടക്കേണ്ടത് ഏതാണെന്നറിയില്ല. ഇല്ലാത്ത സീറ്റ് എന്താ അറിയില്ലല്ലോ. അവിടെ തന്തൈ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ അവർകൾ അവരുണ്ടാക്കി വെച്ചൊരു ലയമുണ്ട്. ഇത് ദ്രാവിഡ ദേശമാണ്, ദ്രമിള ദേശമാണ്. ലോകത്തിന് ആദ്യമുണ്ടായ ഭാഷകളിൽ ഒന്ന് ദ്രമിള ഭാഷയാണ്. അതാണ് തമിഴ് ഭാഷയായിട്ട് മാറിയത്. തഞ്ചാവൂരേക്കും പോയി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ് എപ്പോഴാണ് വരുമെന്ന് ചോദിച്ചാൽ അവര് എന്ന് ചോദിക്കും. പേരുന്തെന്ന് പറയണം. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, പേരുന്ത് നിലയം. ഒരു ഇംഗ്ലീഷ് വാക്ക് പോലും ഉപയോഗിക്കാതെ തമിഴ് പറയാൻ തമിഴന്മാർക്ക് പറ്റും, നല്ല തമിഴന്മാർക്ക്. ഇപ്പൊ പിന്നെ പലതെങ്കിലും വ്യത്യാസപ്പെട്ടു. ഇപ്പൊ തമിഴ്നാടിന്റെ ഭാഷയാകട്ടെ, വേഷഭൂഷാദികളാകട്ടെ, സംസ്കാരമാകട്ടെ, എല്ലാം ദ്രവീഡിയൻ കൾച്ചറിൽ ഉറച്ചതാ. അവിടെ കൊണ്ടുവന്ന് ഹിന്ദിയും മറ്റുള്ള കോപ്രായങ്ങളും ഉത്തരേന്ത്യൻ കോപ്രായങ്ങൾ കൊണ്ട് നടാൻ ഒരിക്കലും കഴിയില്ല. ആയതുകൊണ്ട് തന്നെ 1965 ശേഷം വർഷത്രയെന്ന് ആലോചിച്ച് നോക്കണം, കോൺഗ്രസിന് പോലും അവിടെ പച്ച തൊടാൻ കഴിഞ്ഞിട്ടില്ല. 39 സീറ്റും തമിഴ്നാടിനും.
ആന്ധ്രാപ്രദേശില് ജഗ്മോഹനുണ്ട്. അവിടെ 25 സീറ്റാണ് മൊത്തം ഉള്ളത്. അതിൽ 15 സീറ്റും ജഗ്മോഹന്റെ പാർട്ടിക്ക് പോകും. ബാക്കിയുള്ളതിൽ 1 സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക്, 9 സീറ്റാണ് NDAക്ക് പറഞ്ഞിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് തെലങ്കാനയും ഒരുമിച്ചായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പം അത് പകുതിയായി. അതുകൊണ്ടാണ് 25 സീറ്റായിട്ട് കുറഞ്ഞത്. വലിയ സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ്, കുറഞ്ഞു. ആ 25 സീറ്റിൽ 1 സീറ്റ് ഇന്ത്യ. പിന്നെ NDAക്ക് 9 സീറ്റ്. പിന്നെ ജഗ്മോഹന്റെ പാർട്ടിക്ക് 15 സീറ്റ്. അങ്ങനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഗുജറാത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യക്കൊരു ഗതിയുണ്ടാക്കി വെച്ചത് ഒരു ഗുജറാത്തിയാണ്, മഹാത്മാഗാന്ധി. ആ ലയം അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ത്യയെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടവരും 2 ഗുജറാത്തികളാണ്, അമിത്ഷായും ഇയാളും നരേന്ദ്രമോദിയും. ഗുജറാത്തിൽ 26 സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. 26 സീറ്റാണ് ഉള്ളത്. അതിൽ 23 സീറ്റും NDA മുന്നണിക്ക്, BJP മുന്നണിക്ക്. ബാക്കി 3 സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് കിട്ടാൻ സാധ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. രാജസ്ഥാനിൽ ഇതുപോലെ തന്നെ രാഷ്ട്രീയ കളികൾ, പോളിട്രിക്സ്, രാഷ്ട്രീയ സൂത്രങ്ങൾ, പല കൈകടത്തലുകളും അവിടെ നടന്നതിന്റെ പേരിൽ BJP പണ്ടത്തെ പോലുള്ള അപ്രമാദിത്വമൊന്നും അവിടെ ഇല്ല. ആയതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ 25 സീറ്റിൽ 10 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 15 സീറ്റ് BJP നേതൃത്വം കൊടുക്കുന്ന NDAക്കും എന്നാണ് BBC കണ്ടെത്തിയിട്ടുള്ളത്. പഞ്ചാബില് BJP കണ്ണിനെ കണ്ടു അവർക്ക്. അവിടെയും ഇതുപോലെ തന്നെ ഒരു ആന്റി ഹിന്ദുത്വ ചിന്താഗതിയുള്ളവരാണ് അവിടെ. ആയതുകൊണ്ട് തന്നെ പഞ്ചാബിലുള്ള 13 സീറ്റ്, അതിൽ 10 സീറ്റും ഇന്ത്യ മുന്നണിക്ക്, 1 സീറ്റ് NDAക്ക്, പിന്നെ അതർ പാർട്ടീസ് 2 സീറ്റ്. അങ്ങനെ 10 1 11 2 13 പഞ്ചാബിൽ. ഹരിയാന 10 സീറ്റ്. അവിടെ കർഷകന്മാരുടെ വിപ്ലവവും അതിനെ സമരസപ്പെടുത്തലും കർഷകന്മാർക്ക് വാരി വലിച്ചു കൊടുക്കലൊക്കെ ആയിട്ട് താൽക്കാലികമായിട്ട് ഒരു ലയമുണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞതിൻ്റെ പേരിൽ 10 സീറ്റിൽ 7 സീറ്റും NDAക്ക് കിട്ടും. ഇന്ത്യ മുന്നണിക്ക് 3 സീറ്റ്, BJP മുന്നണിക്ക് NDAക്ക് 7 സീറ്റ്. ജമ്മു കാശ്മീരിൽ 6 സീറ്റാണുള്ളത്. ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ, രാഷ്ട്രീയ സ്ഥിതിഗതികൾ, സാമൂഹ്യ സ്ഥിതിഗതികൾ ഒന്നും ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. എന്താണ് അവിടെ നടക്കുന്നത് പോലും നമുക്കറിയില്ല, അവിടെ പോയാൽ അറിയുള്ളൂ. എന്നാൽ ജമ്മു കാശ്മീരിൽ BJPക്ക് ഇപ്പോഴും അവിടെ അയിത്തം ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ജമ്മു കാശ്മീരിൽ 6 സീറ്റിൽ 4 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 2 സീറ്റ് NDAക്കും കിട്ടുമെന്നാണ് BBC പറയുന്നത്. ഹിമാചൽ പ്രദേശിൽ 4 സീറ്റാണ്. ഹിമാചൽ പ്രദേശിൽ ഇന്ത്യ മുന്നണി കോൺഗ്രസിനും BJPക്കും ഈ ലോക്സഭാ ഇലക്ഷനിൽ എന്ത് സംഭവിക്കുന്നത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും സർവേയിൽ പറയുന്നത് 2-2 ഇന്ത്യക്കും 2 NDAക്കും. അതാണ് അവിടുത്തെ കണക്ക്. ഉത്തരാഖണ്ഡ് അനവധി കാലം ഞാൻ ഉത്തരാഖണ്ഡിലുണ്ടായിരുന്നതാണ്. കാരണം ഉത്തരകാശി, ഹരിദ്വാർ, ഋഷികേശ്, ആധ്യാത്മിക കേന്ദ്രങ്ങൾ, സന്യാസിമാരുടെ കേന്ദ്രങ്ങൾ, അവിടെ പണ്ട് മുതലേ ഒരു BJPയുടെ ഒരു ലയമുള്ളൊരു സ്ഥലമാണ്. 5 സീറ്റാണ് ഉത്തരാഖണ്ഡിലുള്ളത്. ഉത്തരാഖണ്ഡ് വലിയ സംസ്ഥാനമാണെങ്കിലും 90 പരം
സ്ഥലങ്ങൾ അവിടെ കാടാണ്. അതുകൊണ്ട് മനുഷ്യവാസം കുറവാണ്, റോഡുകൾ കുറവാണ്, ഗംഗ അതിൽ കൂടെയാണ് ഒഴുകുന്നത്. അവിടെയുള്ള 5 സീറ്റിൽ 1 സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്, 4 സീറ്റും NDAക്ക്. അപ്പം ഏകദേശം മൊത്തത്തിൽ ഉത്തരാഖണ്ഡ് NDAയുടെ കയ്യിലിരിക്കുമെന്ന് സാരം. ഡൽഹി, കേജ്രിവാളിൻ്റെ പ്രശ്നം ഇപ്പോൾ രൂക്ഷതരമായിരിക്കുകയാണ്. അതിന് മുൻപാണോ പിന്നീടാണോ ഈ സർവേ നടത്തിയതെന്ന് എനിക്ക് ഉറപ്പില്ല. ഏതായാലും സർവേയിൽ പറയുന്ന പ്രകാരം ഡൽഹിയിൽ 7 സീറ്റിൽ 5 സീറ്റും NDAക്ക് കിട്ടുമെന്നാണ് BBC പറയുന്നത്. 2 സീറ്റ് ലോക്സഭാ സീറ്റ് ഇന്ത്യ മുന്നണിക്ക്. പക്ഷെ മാറിയ സ്ഥിതിഗതികളിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. കാരണം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ഗുണം ലഭിക്കുക ഇന്ത്യ മുന്നണിക്കാണോ NDAക്കാണോ എന്നറിയില്ല. അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലം വരിക, ലോക്സഭയുടെ ഫലം വരിക. യു പി BJPയുടെ ഒപ്പമാണ്. യോഗി ആദിത്യനാഥാണ് അവിടെ. എങ്ങനെയൊക്കെ കേരളത്തിൽ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെയൊക്കെ നമുക്ക് കാണാം ഗ്രീനറി, പച്ചപ്പ്. അതുപോലെ തന്നെ UP കാവ്യമയമാക്കിയിരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ നല്ല ഹിന്ദുക്കൾ പോലും ഹിന്ദുത്വവാദികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് UP. അതിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അമ്പലവും പണിതിട്ടുണ്ട്. മസ്ജിദ് നിലനിന്ന സ്ഥലമാണത്. ആ ഒരു സെപ്പറേഷൻ കൃത്യമായിട്ടുണ്ടാക്കാൻ മസ്ജിദ് തകർത്തു, അമ്പലം പണിതു. സ്വാഭാവികമായിട്ട് ഹിന്ദുത്വവാദികളുടെ ഇസ്ലാമോഫോബിയ വലിയ രൂപത്തിൽ അവിടെ സ്ഥാണു ഖനന ന്യായപ്രകാരം നേരത്തെ കുഴി കുത്തി ഉറപ്പിച്ചിടുക എന്ന് പറയും. എന്നിട്ട് ഇളക്കി നോക്കും, വീണ്ടും ഉറപ്പിക്കും, മണ്ണിടും, കല്ലിടും, അടിക്കും, എന്നിട്ട് വീണ്ടും ഇളക്കി നോക്കും, ഇളകാതാവുന്ന പോലെ. അതുപോലെ അവിടെ ഹിന്ദുത്വവാദം കുഴിച്ചിട്ടിരിക്കുകയാണ് എല്ലായിടത്തും, എല്ലാ മനുഷ്യ മനസ്സുകളിലും. ആയതുകൊണ്ട് തന്നെ UPയിലെ 80 സീറ്റിൽ 24 സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 2-3 ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് UPയിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരുടെ പ്രകടനം കാണുന്ന സമയത്ത് ഈ പ്രവചനം എത്രത്തോളം സത്യമായി വരും, സാക്ഷാത്കരിക്കും അറിയാൻ പറ്റില്ല. UPയിൽ 80 സീറ്റിൽ 24 സീറ്റ് ഇന്ത്യ മുന്നണിക്ക്, 54 സീറ്റും NDAക്ക്. പിന്നെ 2 സീറ്റ് അതർ സീറ്റ് എന്ന് പറയുന്നുണ്ട്, അതേതാണെന്ന് അറിയില്ല. ബീഹാറിൽ 40 സീറ്റാണ്. നീതീഷ് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ആയാറാം ഗയാറാം എന്ന് പറഞ്ഞ് നടക്കുന്ന നീതീഷ്, ആ നീതീഷിനെ നേരിടാൻ വേണ്ടി ലല്ലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവ്, അവരുടെ രാഷ്ട്രീയ നീക്കങ്ങൾ അതാണ് അവിടെ റിസൾട്ടിനെ ബാധിക്കുക. പക്ഷേ കാലങ്ങളായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, രാഷ്ട്രീയ ആറ്റിറ്റ്യൂഡ് വെച്ച് BBCക്ക് പറയാനുള്ളത് 40 സീറ്റിൽ 15 സീറ്റ് ഇന്ത്യ മുന്നണിക്ക്, 25 സീറ്റ് NDAക്ക്, BJP മുന്നണിക്ക്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒറീസയിൽ 21 സീറ്റാണ് ഉള്ളത്. അവിടെ ബിജു ജനതാദളാണുള്ളത്, പ്രമുഖ രാഷ്ട്രീയ കക്ഷി. ഒറീസയിൽ 23 സീറ്റിൽ 21 സീറ്റിൽ 3 സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക്, 7 സീറ്റ് NDAക്ക്. ബാക്കി ബിജു ജനതാദൾ അവർക്ക് 11 സീറ്റാണ് പറഞ്ഞിട്ടുള്ളത് BBCയുടെ അഭിപ്രായത്തിൽ. ഇപ്പം അടുത്ത കാലത്ത് ഒറീസയിൽ വന്ന്, ഒറീസ ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണോ ഉത്തരേന്ത്യൻ സംസ്ഥാനമാണോ ചോദിച്ചാൽ 2ന്റെ ഇടയിലാണ്. ഒറീസയിൽ വന്ന് ഒറീസയെ ന്യൂയോർക്കാക്കി മാറ്റുന്നൊക്കെ പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട് നരേന്ദ്രമോദി. അതെല്ലായിടത്തും മുമ്പ് അങ്ങനെ പ്രസംഗിക്കും. സിക്കിമിൽ 1 സീറ്റ് മാത്രമേ ഉള്ളൂ. അത് 100% ഉറപ്പായിട്ട് പറയുന്നു, BBC പറയുന്നു, അത് NDAക്കുള്ളതാണ്. സിക്കിമിൽ ഇന്ത്യ മുന്നണിക്ക് അവിടെ വിജയ സാധ്യത ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആസാമിൽ 14 സീറ്റ്, അതിന് 6 സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് പറഞ്ഞിട്ടുള്ളത്, 8 സീറ്റ്
NDAക്കും പറഞ്ഞിട്ടുണ്ട്. അസാമിലും 14 സീറ്റിൽ 6 സീറ്റ് ഇന്ത്യ മുന്നണിക്ക്, 8 സീറ്റ് NDAക്ക്. മേഘാലയയിൽ ആയി കൂടിയുള്ളത് 2 സീറ്റാണ്. മേഘാലയ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ മേഘാലയ വലിയൊരു സംസ്ഥാനമല്ല. 2 MP അവർക്ക് സംഭാവന ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ പപ്പാതി, ഒന്ന് NDAക്കും ഒന്ന് ഇന്ത്യ മുന്നണിക്കും. അങ്ങനെയാണ് BBC കണക്ക്. അരുണാചൽ പ്രദേശിലും അതുപോലെ തന്നെ 2 സീറ്റേ ഉള്ളൂ. അവിടെ നമ്മുടെ നേതാക്കന്മാരൊന്നും അവിടേക്കൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ല. മണിപ്പൂർ വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ തിരിഞ്ഞെന്നെ നോക്കിയിട്ടില്ലല്ലോ. അരുണാചൽ പ്രദേശിൽ 2 സീറ്റ്, അതും പകുതിയായിട്ട് വീതിക്കുമെന്നാണ് BBC കണക്ക്. 2 സീറ്റിൽ 1 സീറ്റ് ഇന്ത്യ മുന്നണി, 1 സീറ്റ് NDA. നാഗാലാൻഡിലെ ഒരേ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. അവിടേക്ക് BJP തിരിഞ്ഞു നോക്കുന്നില്ല. അത് ഇന്ത്യക്കുള്ളതാണ്, ഇന്ത്യ മുന്നണിക്കുള്ളതാണ് 1 സീറ്റ്. മണിപ്പൂരിൽ 2 സീറ്റാണുള്ളത്. മണിപ്പൂരിൽ എത്ര സീറ്റ് ഉണ്ടായാൽ ഞങ്ങൾക്ക് എന്താന്നുള്ള ഒരു ചോദ്യവുമായിട്ടാണ് BJP നിൽക്കുന്നത്. മണിപ്പൂർ ഏത് രാജ്യത്താണ്? ഏത് സ്റ്റേറ്റിൽ, ഏത് ജില്ലയിലാ ഈ മണിപ്പൂർ സംസ്ഥാനം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നും അറിയില്ല. അവർക്കത് കേൾക്കണ്ട. BJPക്കാർക്ക് മണിപ്പൂരിനെ കുറിച്ച് കേൾക്കണ്ട. 1 സീറ്റേ ഉള്ളൂ. അത് ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. ആയതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ ആ സീറ്റ് കരഗതമാക്കും ഇന്ത്യ മുന്നണി. മണിപ്പൂരിനെ അങ്ങനെയാണല്ലോ ആക്കി വെച്ചിട്ടുള്ളത്. മണിപ്പൂരിൽ 2 സീറ്റ്, മണിപ്പൂരിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റും ആയതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്കുള്ളതാണ്. മിസോറാം, ആ ഒരു ഭാഗം മുഴുവൻ BJP BJP ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ്. അതുകൊണ്ട് മിസോറാമിൽ 1 സീറ്റേ ഉള്ളൂ. ആ 1 സീറ്റ് ഇന്ത്യ മുന്നണിക്ക്. ത്രിപുരയിലും അതുപോലെ തന്നെ 2 സീറ്റാണ് ത്രിപുരയിലുള്ളത്. ത്രിപുര ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലായിരുന്നു. അപ്പം അതൊക്കെ മാറി. ത്രിപുരയിലിപ്പോൾ 2 സീറ്റിൽ 1 സീറ്റ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക്, മറ്റേ സീറ്റ് NDAക്ക്. ആൻഡമാൻ നിക്കോബർ ഐലൻഡ്സ്, അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ 1 ലോകസഭാംഗമേ ഉള്ളൂ. അത് ഇന്ത്യ മുന്നണിക്കാണ്. ശേഷം ചണ്ഡീഗഡ് 1 സീറ്റേ ഉള്ളൂ. ആ 1 സീറ്റ് ഇന്ത്യ മുന്നണിക്കെന്നാണ് BBC കണക്കുകൾ ഉദ്ധരിക്കുമ്പോൾ അതാണ് നമുക്ക് പറയാൻ കഴിയുക. ലക്ഷദ്വീപ് അനാവശ്യമായിട്ടുള്ള കുളം കലക്കൽ പരിപാടികൾ നടത്തിയതുകൊണ്ട് അവിടെ മുസ്ലിം പോപ്പുലേഷനാണ് കൂടുതൽ, ആളുകളാണ് കൂടുതലുള്ളത് കൊണ്ട് ലക്ഷദ്വീപിന്റെ കാര്യം അവിടെ പോയിട്ട് സർവേ നടത്താതെ തന്നെ ആർക്കും പറയാം, കുട്ടിക്കും പറയാം. ലക്ഷദ്വീപിൽ എത്ര സീറ്റ് ഉണ്ടോ അത്രയും സീറ്റ് ആർക്ക് കൊടുത്താലും BJP കൊടുക്കില്ല. അവിടെ 1 സീറ്റേ ഉള്ളൂ. അത് ഇന്ത്യ മുന്നണിക്ക്. പുതുച്ചേരിയിൽ 1 സീറ്റ്. BBC കണക്ക് പ്രകാരം ആ സീറ്റ് കിട്ടാൻ പോകുന്നത് BJPക്കാണ്. പുതുച്ചേരിയിൽ BJPക്ക് 1 സീറ്റ്, പുതുച്ചേരിയിൽ ആകെ 1 സീറ്റേ ഉള്ളൂ. പിന്നെ യൂണിയൻ ടെറിട്ടറികളുണ്ട്, നേരിട്ട് ഭരിക്കുന്ന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. ദാദ്ര ആൻഡ് നഗർ ഹവേലി, ഡാമൻ ദിയു എല്ലായിടത്തും കൂടിയിട്ട് 2 സീറ്റാണ്. ആ 2 സീറ്റും NDAക്ക്. ഇങ്ങനെ നോക്കുമ്പോൾ ആകെ ഉള്ള 545 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടാൻ പോകുന്നത് 255 സീറ്റുകളാണ്. ഇന്ത്യ മുന്നണിക്ക് 545 സീറ്റുകളിൽ 255 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക്, NDAക്ക് 253. BBC കണക്ക് പ്രകാരം ഡയറക്റ്റ് ഇലക്ഷനിൽ 2 സീറ്റ് കുറവായിരിക്കും NDA മുന്നണിക്ക്.
ഇന്ത്യ മുന്നണിക്ക് 2 സീറ്റ് കൂടുതൽ, 255 ഇന്ത്യ, 753 NDA. പിന്നെ ബാക്കി 35 ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 35 നിസ്സാരമല്ല കേട്ടോ. അവർ കിണ്ണത്തിന്റെ പക്കത്തെ കടുകുമണി പോലെ അങ്ങോട്ട് ഉരുളോ ഇങ്ങോട്ട് ഉരുളോ ദൈവത്തിനറിയാം. ഉരുട്ടിക്കളിക്കാൻ മിടുക്കന്മാർ BJP-ക്കാരാണല്ലോ. ഇവിടെ ഈ പറയുന്ന സർവേ ഇത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നില്ല. എല്ലാം അഴിച്ചിട്ട് ചൂല് പോലെ ഈർക്കിലുകളായിട്ട് കിടക്കുകയായിരുന്നു. ചൂലിന്റെ അസ്തിത്വം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും തമ്മിൽ ഇടികൂടി ഡിഷും എന്ന് പറഞ്ഞ പോലെ അന്തശിവത്തെ ഇന്തശിവം ടിഷും, ഇന്തശിവം അന്തശിവത്തെ ടിഷും എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് തമ്മിൽ ഞാനാണോ നീയാണോ വലുത്. അതിനിടയിൽ ആ കുറുക്കൻ അതാണ്ടായത് BJP തട്ടിക്കൊണ്ടുപോയി. 10-30% സീറ്റും വെച്ചിട്ട് അവർ ഭരിക്കുന്നു 10 വർഷമായിട്ട്. അത് കണ്ട് മനസ്സിലാക്കി കോൺഗ്രസ്സുകാരും അവരൊപ്പം നിൽക്കേണ്ടുന്ന ആൾക്കാർ അവർ മനസ്സിലാക്കി ഇനി ഒരുമിച്ച് നിൽക്കണം. അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഞാൻ തുടങ്ങിയത് ഇനി പ്രതിപക്ഷ മുക്ത ഭാരതം കൂടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഒരുമിച്ച് നിന്നു. സ്വാഭാവികമായിട്ട് വിജയ പ്രതീക്ഷ അവർക്ക് വെച്ച് പുലർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് സത്യം. ഇനിയും ഈ 2024 പാർലമെന്റ് ഇലക്ഷനിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും നമ്മൾ നിലനിൽക്കുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും അവരുടെ പ്രാർത്ഥന ഒന്നു മാത്രമാണ്. ആരധികാരത്തിൽ വന്നാലും ഇനി ഒരിക്കൽ കൂടി മതസ്പർദ്ധയുടെയും ജാതി വർഗീയതയുടെയും വിത്തുകൾ വിതറി നടക്കുന്ന വെറുപ്പിന്റെ വിത്തുകൾ വിതറി നടക്കുന്ന നരേന്ദ്രമോദി വരാതിരിക്കട്ടെ. രാഷ്ട്രീയ പാരമ്പര്യമുള്ള തറവാട്ട് പാരമ്പര്യമുള്ള രാഹുൽ ഗാന്ധി, നമുക്ക് വേണ്ടത് വലിയ തരത്തിലുള്ള വികസനം, പലതും പറയുന്നുണ്ട് ഭൗതിക വികസനം ഭാരതം ഒരിക്കലും കുതിച്ചിട്ടില്ല. പൗരാണിക കാലഘട്ടം മുതൽക്കേ കുതിച്ചിട്ടില്ല. കുറേ വിമാനത്താവളം, കുറേ വ്യവസായശാലകൾ, വമ്പൻ റോഡുകൾ, വമ്പൻ മെഡിക്കൽ കോളേജുകൾ എന്നിത്യാദി കാര്യങ്ങൾക്ക് ഉപരി ഒന്നുകൂടി വേണം, സമാധാനം വേണം. മനുഷ്യന് സമാധാനം വേണം. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടില്ല സമാധാനം, എത്ര വില കൊടുത്താലും. അതാണ് അവസ്ഥ. ആയതുകൊണ്ട് തന്നെ മോഡി പോണം. എവിടേക്ക് പോണം? തപസ് ചെയ്യാൻ വേണ്ടി പൊക്കോട്ടെ, ഇന്ത്യയിൽ തന്നെ ഇരുന്നോട്ടെ. അത് നമ്മുടെ കൾച്ചർ. തോറ്റു കഴിഞ്ഞപ്പോൾ ജയിലിലൊന്നും ഇടില്ലല്ലോ. അപ്പോ ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം. അവിടേക്ക് റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഉത്തരകാശി റോഡൊക്കെ ഇപ്പോൾ അതിൽ അവിടെ ഫ്ലൈറ്റ് എയർക്രാഫ്റ്റ് വരെ ലാൻഡ് ചെയ്യാവുന്ന വിധത്തിലാക്കിയിട്ടുണ്ട്. ഞാനൊക്കെയുള്ള സമയത്ത് കുടിസ് റോഡായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് അങ്ങ് പൊക്കോട്ടെ, വെറുതെ പറഞ്ഞു വിടരുത്. ഏതായാലും പോകുന്ന സമയത്ത് ഞാനൊരു സാധനം കയ്യിൽ വെച്ചിട്ടുണ്ട്, ഒരു തേങ്ങ കയ്യിൽ വെച്ചിട്ടുണ്ട്. തേങ്ങ കൊണ്ടൊരു ഏറ് വെച്ചു കൊടുക്കും, ഒരു മുദ്രയും കൊണ്ടേ പോകാൻ പാടുള്ളൂ, പിന്നീട് തിരിച്ചു വരരുത്. എല്ലാവരും ചോദിക്കണം എന്താണോ നരേന്ദ്രമോദി തന്റെ തലയിൽ എന്ന് ചോദിക്കണം. അതല്ല വീണ്ടും നമ്മുടെ ദുർവിധി, ഈ നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ നാളിനെ വെറുതെ കളയില്ല, എൻ്റെ തലയിൽ തന്നെ ഞാൻ അടിക്കും. എത്രത്തോളം ശക്തിയിൽ അടിക്കും അത്രത്തോളം ശക്തിയിൽ. ചത്തുപോണി ചത്തുപോട്ടെ. ഇനി 3ാമത്തെ മാൻഡേറ്റും കൂടി കിട്ടി നരേന്ദ്രമോദി എന്നോട് ഭരിക്കുന്നെങ്കിൽ ആ രാജ്യത്ത് എനിക്ക് ജീവിക്കേണ്ട. കാരണം ജീവിക്കാൻ കഴിയില്ല, സമാധാനത്തോട് ജീവിക്കാൻ കഴിയില്ല. ആയതുകൊണ്ട് തന്നെ BBC-യുടെ ഫലപ്രഖ്യാപനം അച്ചട്ടായിട്ട് മാറട്ടെ, സത്യമായിട്ട് മാറട്ടെ. 545 സീറ്റിൽ ഇന്ത്യ മുന്നണിക്ക് 255 സീറ്റ്, NDAക്ക് 253 സീറ്റ്. നമസ്കാരം.